യുഎസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഇന്ത്യയിലുണ്ട്. ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് 3,30,000 വിദ്യാർത്ഥികൾ പഠനത്തിനായി യുഎസിൽ എത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും അധികം വിദ്യാർത്ഥികൾ യുഎസിൽ എത്തിയതും ഇന്ത്യയിൽ നിന്നാണ്. യുഎസിൽ നിന്ന് ഇന്ത്യയിലെത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണം മുൻവർഷത്തെ അപേക്ഷിച്ച് 300 ഇരട്ടി വർദ്ധിച്ചെന്നാണ് റിപ്പോർട്ട്. യുഎസിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ചില മിഥ്യാധാരണകളും തെറ്റിദ്ധാരണകളുമുണ്ട്. യുഎസിലെ സ്കൂളുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടെന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകനായ എറിക് വെൽഷ് വിശദീകരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പല അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും യുഎസ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ മടിക്കുന്നതിന് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അതെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാര്യം, അമേരിക്കൻ കോളേജുകളിൽ ചേരാൻ നിങ്ങൾ സമ്പന്നനായിരിക്കണം എന്നതാണ് പലരുടെയും മനസ്സിലെ ചിന്ത. യുഎസിലെ പല കോളേജുകളിലും വ്യത്യസ്ത നിരക്കിലായിരിക്കും ട്യൂഷൻ ഫീസ്. വിദ്യാഭ്യാസ വിദഗ്ധയായ പമേല റാംബോ പറയുന്നത്, മിഡ് റേഞ്ച് കോളേജുകളിലെ ട്യൂഷൻ ഫീസ് സാധാരണയായി പ്രതിവർഷം $24,000 മുതൽ $35,000 വരെയാണെന്നാണ്. ഏറ്റവും ചെലവേറിയ കോളേജുകളിൽ പഠിക്കാൻ പ്രതിവർഷം $55,000 മുതൽ $80,000 വരെ ചെലവാകും. സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ ഗ്രാൻഡുകൾ പോലുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടാതെയാണ് ഈ ഫീസ്. സ്കോളർഷിപ്പുകളോ മറ്റ് സാമ്പത്തിക സഹായമോ ഉണ്ടെങ്കിൽ ഇതിലും കുറയും. കോളേജിലെ ആകെ ചെലവിനെ സ്റ്റിക്കർ പ്രൈസ് എന്നാണ് പറയുന്നത്. ട്യൂഷൻ, പാർപ്പിടം, ഭക്ഷണം, പാഠപുസ്തകങ്ങൾ, മറ്റ് ചെലവുകൾ എന്നിവയെല്ലാം ഈ സ്റ്റിക്കർ പ്രൈസിൽ ഉൾപ്പെടും. പല കോളേജുകളും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. ചില കോളേജുകൾ അധിക രേഖകളൊന്നും വേണ്ടാതെ തന്നെ സ്വയമേവ സ്കോളർഷിപ്പുകൾക്ക് പരിഗണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ന്യൂ മെക്സിക്കോ സർവകലാശാല അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. അവരുടെ ജനപ്രിയമായ അമിഗോ സ്കോളർഷിപ്പ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കുറഞ്ഞ നിരക്കിൽ ഇൻസ്റ്റേറ്റ് ട്യൂഷൻ നിരക്കുകൾ അടക്കാൻ അനുവദിക്കുന്നുണ്ട്. UNMൽ നിന്നുള്ള നിക്കോൾ ടാമി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോട് പഠിക്കാനെത്തുന്നതിന് മുമ്പ് തന്നെ കോളേജുകളെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സ്കോളർഷിപ്പുകൾ കണ്ടെത്താനും വ്യത്യസ്ത സ്കൂളുകളുടെ ചെലവുകൾ താരതമ്യം ചെയ്യാനും അവർക്ക് മതിയായ സമയം ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി കോളേജിൽ ചേരുക എന്നതാണ് ചെലവ് കൂടാതിരിക്കാനുള്ള മറ്റൊരു ഓപ്ഷൻ. താങ്ങാനാവുന്ന വിലയിൽ വിദ്യാഭ്യാസവും കരിയർ തയ്യാറെടുപ്പും ആഗ്രഹിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോളേജുകൾ മികച്ചതാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കോളേജുകൾ ഹ്രസ്വകാല പ്രോഗ്രാമുകൾ, അസോസിയേറ്റ് ബിരുദങ്ങൾ, ചിലപ്പോൾ ബാച്ചിലേഴ്സ് ബിരുദങ്ങൾ പോലും വാഗ്ദാനം ചെയ്യുന്നു. പല കോളേജുകളും സർവകലാശാലകളുമായി കരാറുകളുമുണ്ട്. വിദ്യാർത്ഥികളുടെ മറ്റൊരു ആശങ്ക സ്റ്റുഡന്റ് വിസ പെട്ടെന്ന് ലഭിക്കില്ല എന്നതാണ്. COVID-19 പാൻഡമിക് സമയത്ത് എംബസികളും കോൺസുലേറ്റുകളും അടച്ചിരുന്നതിനാൽ വിദ്യാർത്ഥി വിസ പ്രക്രിയ മന്ദഗതിയിലായിരുന്നു എന്നത് വാസ്തവമായിരുന്നു. എന്നിരുന്നാലും ഒരു US സ്കൂളിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി വിസ ലഭിക്കുന്നത് സാധാരണയായി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് വിദഗ്ധർ പറയുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാൻ അംഗീകരിച്ച സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ വിസ പ്രക്രിയയിലൂടെ നയിക്കാൻ നിയുക്ത സ്കൂൾ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ടെന്നാണ് ഇമിഗ്രേഷൻ വിദഗ്ധനായ എറിക് വെൽഷ് വിശദീകരിക്കുന്നത്. വിസ അപ്പോയിൻമെന്റ് ലഭിക്കാൻ എടുക്കുന്ന സമയം കോൺസുലേറ്റിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ മിക്ക വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ ഒരു അഭിമുഖം ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് മുമ്പ് വിസ നിരസിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിസ ലഭിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ സഹായത്തിനായി യോഗ്യതയുള്ള ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തണമെന്നാണ് വെൽഷ് നിർദ്ദേശിക്കുന്നത്. US കോളേജുകൾ സ്ഥിതി ചെയ്യുന്നത് സുരക്ഷിതമല്ലാത്ത നഗരങ്ങളിലാണെന്ന തെറ്റിദ്ധാരണയും പല അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുണ്ട്. USൽ ഏകദേശം 4,000 കോളേജുകളും സർവകലാശാലകളുമുണ്ട്. അതിനാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അക്കാദമിക്, സുരക്ഷ എന്നിവയുടെ കാര്യത്തിൽ അവരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്കൂൾ കണ്ടെത്താൻ കഴിയും. ചെറിയ ഗ്രാമപ്രദേശങ്ങൾ മുതൽ വലിയ നഗരങ്ങൾ വരെ വ്യത്യസ്ത തരം പ്രദേശങ്ങളിലാണ് US കോളേജുകൾ സ്ഥിതി ചെയ്യുന്നതെന്നും അവയുടെ സുരക്ഷ വ്യത്യാസപ്പെടാമെന്നും പമേല റാംബോ വിശദീകരിക്കുന്നുണ്ട്. ഒരു ക്യാമ്പസിൻ്റെയും അതിൻ്റെ ചുറ്റുപാടുകളുടെയും സുരക്ഷയെക്കുറിച്ച് അറിയാൻ കുടുംബങ്ങൾക്ക് US വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ക്യാമ്പസ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വെബ്സൈറ്റ് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂ മെക്സിക്കോ യൂണിവേഴ്സിറ്റിയിൽ മോഷണം പോലുള്ള കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ക്യാമ്പസ് പോലീസുമായി ചേർന്ന് ഓരോ സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സഹായിക്കാൻ ക്യാമ്പസ് പോലീസിന് പരിശീലനം നൽകുന്നുമുണ്ട്. അമേരിക്കൻ കോളേജുകളിലെല്ലാം ഒരു പാർട്ടി അന്തരീക്ഷമാണെന്ന തെറ്റിദ്ധാരണ US പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ട്. ഹോളിവുഡ് സിനിമകൾ പലപ്പോഴും US കോളേജുകളെ നിർത്താതെ പാർട്ടികൾ നടത്തുന്ന സ്ഥലങ്ങളായി കാണിക്കുന്നുണ്ട്. എന്നാൽ മിക്ക സ്കൂളുകളിലും ഇങ്ങനെയല്ല എന്നതാണ് യാഥാർത്ഥ്യം. മിക്ക വിദ്യാർത്ഥികളും കോളേജിൽ പോകുന്നത് പഠിക്കാനും വളരാനും സ്കൂൾ വാഗ്ദാനം ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങളും അവസരങ്ങളും ആസ്വദിക്കാനുമാണ്. പ്രായപൂർത്തിയാക്കാത്തവരുടെ മദ്യപാനത്തിനും മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ കോളേജുകളിലും നിയമങ്ങളുണ്ട്. സാമൂഹ്യവൽക്കരിക്കലും ആസ്വദിക്കലും കോളേജിൻ്റെ പ്രധാന ഭാഗമാണെങ്കിലും സ്കൂൾ പരിപാടികളിലൂടെയും മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായും നിയമപരമായും അത് ചെയ്യാൻ കഴിയും. പഠനത്തിനും വിനോദത്തിനും ഇടയിൽ ഒരു നല്ല സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്ന കാര്യമാണ് ക്യാമ്പസുകൾ നിറവേറ്റുന്നത്. അക്കാദമിക്, വിദ്യാർത്ഥികളുടെ വിജയനിരക്ക്, ചെലവുകൾ, സ്കൂൾ മൊത്തത്തിൽ അനുയോജ്യമാണോ എന്നൊക്കെയാണ് ഓരോ കോളേജ് തിരഞ്ഞെടുക്കുമ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്.